കോടതി പറയുന്നത് വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് ഏകോപനം ഉണ്ടായില്ല? 6 മാസം മുമ്പെങ്കിലും ചെയ്യേണ്ട മുന്നൊരുക്കം അവിടെ ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാണ് ഏകോപനം ഉണ്ടായിട്ടില്ല. പിഴവ് സംഭവിച്ചു. പരിഹരിക്കാൻ ശ്രമിക്കും. ഒരു 3 ദിവസം തരൂ എന്നാണ് ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം ടെലിഫോണിൽ കിട്ടിയപ്പോൾ 3 ദിവസം തരൂ എന്ന് പറയും. 3 ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാമെന്ന അർത്ഥത്തിലല്ല അദ്ദേഹം പറയുന്നത്. പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതാണ്. ഈ പറയുന്ന പോലീസുകാരുടെ എണ്ണമൊക്കെ കുറവാണ്. അത് പോലീസിന്റെ വീഴ്ചയാണോ? പോലീസുകാർ അത്രയും അവിടെ വിന്യസിക്കാൻ പോലീസുകാരില്ല എന്നൊരു വിഷയമുണ്ട്. അവിടെ നിൽക്കുന്ന പോലീസുകാർ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. 4 പോലീസുകാരെ അവിടെ നിർത്തുമ്പോൾ അവർക്ക് അധിക മണിക്കൂർ അവിടെ നിൽക്കാൻ പറ്റില്ല. അത്രയും കഠിനമായ ജോലിയാണ്. ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ ഒഴുക്കി വിടുകയല്ല. തടഞ്ഞു പിടിച്ചിട്ടാണ്. അവർക്ക് കൈ വേദനിക്കും, അവർ കാല് വേദനിക്കും. ഇനി ഇത്രയും കൂടുതൽ പോലീസുകാരെ കൊണ്ടുവന്നാൽ ആ പോലീസുകാർക്ക് അവിടെ താമസിക്കാൻ സൗകര്യമില്ല, ബാത്റൂം സൗകര്യമില്ല. ഈ പറയുന്ന ഈ ശൗചാലയങ്ങളിലൊക്കെ പ്രശ്നം അവിടെ നിൽക്കുന്നു. വെള്ളമില്ലാത്ത പ്രശ്നം നിൽക്കുന്നു. ആളുകൾ ഞങ്ങളോട് പോലീസ് മോശമായി അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം അവരങ്ങനെ അത്ര നേരം നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ആളുകളോട് നന്നായി പെരുമാറുന്നില്ല എന്നുള്ള ബൈറ്റുകൾ നമ്മൾ കണ്ടു. നമ്മൾ കാണുന്ന ദൃശ്യം എന്താണ്? കുഞ്ഞുങ്ങളടക്കം കരയുന്നതാണ്. വൃദ്ധരായ ആളുകളുണ്ട്. ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവാതിരുന്ന ഭാഗ്യം എന്നുള്ളതാണ് കരുതേണ്ടത്.